വാഴ്ത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ദേവി, കുമാരന്മാർ പത്നി സമേതരായി സന്തോഷിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതായി തോന്നുന്നില്ലേ? അത് ലോകസ്വഭാവമല്ലേ മഹാരാജൻ? വധൂജനങ്ങളോടൊത്ത് ചേരുമ്പോൾ മാതാപിതാക്കളുമായുള്ള സംസർഗത്തിൽ കുറവുണ്ടാവുക സ്വാഭാവികമാണ്. അവരുടെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം? അതെ, അതിൽ തർക്കമില്ല. പിന്നെ എന്റെ സഹോദരൻ യുധാജിത്തിന്റെ കാര്യം മഹാരാജാവ് മറന്നു എന്ന് തോന്നുന്നു. ഇല്ലല്ലോ, ഇന്നും പ്രഭാതത്തിൽ യുദ്ധാജിത്തിനെ കണ്ടതാണല്ലോ, സംസാരിച്ചതാണല്ലോ. അതെ, അങ്ങ് നിത്യവും കാണുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഒരു കാര്യം അങ്ങ് മറക്കുന്നു. കേകയാധിപനായ എന്റെ പിതാവ് പൗത്രനായ ഭരതനെ കാണാനുള്ള മോഹവുമായി അവിടെ കേകയത്ത് വസിക്കുന്നു. ഭരതനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന യുധാജിത്തോ അങ്ങയുടെ അനുമതി കാത്ത് ഇവിടെയും വസിക്കുന്നു. ഓ, ഞാനത് മറന്നു. മംഗളകർമ്മങ്ങൾ നൽകിയ ഉന്മേഷത്തിൽ യുദ്ധാജിത്തിന്റെ അപേക്ഷ മറന്നു. അങ്ങ് മറന്നതല്ലെന്ന് എനിക്കറിയാം. പുത്രന്മാരെ പിരിയാൻ അങ്ങ് എപ്പോഴും വിമുഖനാണല്ലോ. ശരിയാണ്, പുത്രന്മാരെ പിരിയുന്നത് നമുക്ക് ഖേദകരം തന്നെയാണ്. പക്ഷേ പൗത്രനെ കാണാനുള്ള ഒരു മുത്തശ്ശന്റെ ആഗ്രഹം നിഷേധിക്കാൻ തക്കവണ്ണം ക്രൂരനല്ല നാം. അതാ അവർ വരുന്നു, യുധാജിത്തും ഭരതനും ശത്രുഘ്നനും. എന്റെ സഹോദരന് ഹിതകരമായത് അങ്ങ് ചെയ്യുമെന്ന് ഈയുള്ളവൾ കരുതട്ടെ. അങ്ങനെയാകാം. മഹാരാജാവിന് പ്രണാമം. പ്രണാമം പ്രണാമം. അയോധ്യ നഗരിയിലെ വാസം അങ്ങേക്ക് സുഖകരമായി തോന്നുന്നില്ലേ കേകയാധീശ്വര? തീർച്ചയായും. സരയൂ നദിയെ ചുറ്റി വരുന്ന കാറ്റും കൃഷിനിലങ്ങളിലെ സമൃദ്ധമായ പച്ചപ്പും ഏറ്റവും ഹൃദ്യം തന്നെ മഹാരാജൻ. എങ്കിലും എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഭരതകുമാരനെ കാണാൻ അവിടെ കൊട്ടാരത്തിൽ പിതാവ് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങെന്നെ പോകാൻ അനുവദിക്കണം. ഭരതകുമാരനെ ഒപ്പം അയക്കുകയും വേണം. കൈകേയും അതുതന്നെ പറയുകയായിരുന്നു. മാതുലനായ അങ്ങയോടൊപ്പം ഭരതനെ കേകയത്തേക്ക് അയക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നന്ദി മഹാരാജൻ. മാതൃദേശത്തെ ജീവിതവും വഴക്കങ്ങളും കണ്ടു പഠിക്കട്ടെ കുമാരൻ. പിതാവിനോട് എന്റെ ക്ഷേമാന്വേഷണങ്ങൾ അറിയിക്കണേ. തീർച്ചയായും. പിതാവിന്റെ അനുമതി ലഭിച്ച സ്ഥിതിക്ക് ഇന്നു തന്നെ പുറപ്പെടാം, ഇല്ലേ കുമാര? പുറപ്പെടാം അമ്മാവ. ശത്രുഘ്നും കൂടി എന്നോടൊപ്പം വന്നോളട്ടെ അച്ഛ. അവർ വേർപിരിയാത്ത സഹോദരന്മാരല്ലേ മഹാരാജൻ? ശത്രുഘ്നനെ കൂടി ഭരതനൊപ്പം അയച്ചാലും? ദേവി കൈകേയി, നാം ആലോചിക്കുന്നത് മറ്റൊന്നാണ്. യജ്ഞദത്തമായ ദിവ്യ പായസത്തിന്റെ മഹത്വം. ഭവതി സുമിത്രയ്ക്ക് പകുത്തു നൽകിയ പായസത്തിന്റെ പുണ്യമാണ് ശത്രുഘ്നൻ. അതാണവൻ ഭരതനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ദേവകാര്യം കൊണ്ട് ദൃഢമായി ചേരുന്ന ഈ സഹോദരന്മാരെ നാം വേർപിരിക്കുന്നില്ല. ചെല്ലു, ഭരതനും ശത്രുഘ്നനും യാത്രയ്ക്കൊരുങ്ങിക്കൊള്ളൂ. അങ്ങേക്കും പുറപ്പെടാനുള്ള ഒരുക്കങ്ങളാകാം. അതെ മഹാരാജൻ.